നമസ്കാരം. അത്തം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ഈ മാർച്ച് മാസത്തിൽ വിജ്ഞാനം ആർജിക്കുവാനും മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുവാനുമുള്ള അവസരം വേണ്ട വിധത്തിൽ വിനിയോഗിക്കും. ഇതിൻ്റെ വെളിച്ചത്തിൽ ജൂൺ മാസത്തിന് ശേഷം ഉയർന്ന തസ്തികയോടുകൂടിയ ഉദ്യോഗത്തിന് അവസരം വന്നു ചേരുവാൻ ഇടയുണ്ട്. വികസിത രാഷ്ട്രത്തിൽ വർഷങ്ങളായിട്ട് ജോലി ചെയ്യുന്ന പലർക്കും സ്ഥാപനത്തിന് പദ്ധതികൾ ലഭിക്കാത്തതിൻ്റെ വെളിച്ചത്തിൽ ജോലി നഷ്ടപ്പെടും എന്ന സൂചനകൾ ലഭിച്ചതിനാൽ മറ്റ് സ്ഥാപനത്തിലേക്ക് ജോലികൾക്ക് അപേക്ഷകൾ നൽകുവാനിടവരും. ഒരു പക്ഷേ ഏകദേശം തത്തുല്യമായിട്ടുള്ള ഒരു തസ്തികയോടുകൂടിയതായിട്ടുള്ള ജോലി ലഭിക്കുന്ന പക്ഷം നല്ല സ്ഥാപനമാണെങ്കിൽ അതിലേക്ക് സ്വീകരിക്കാം, അതിൽ പ്രവേശിക്കാവുന്നതുമാണ്. കുടുംബത്തിൽ സമാധാനാന്തരീക്ഷം സംജാതമാകും. ബന്ധുമിത്രാദികളും അനുഭവജ്ഞാനമുള്ളവരും പറയുന്ന കാര്യങ്ങൾ അതിൻ്റെ തനതായിട്ടുള്ള അർത്ഥമൂല്യങ്ങളോടുകൂടി സ്വീകരിക്കുവാനും കൃത്യമായുള്ള രീതിയിൽ അവലംബിക്കുവാനുമുള്ള അവസരം വേണ്ട വിധത്തിൽ വിനിയോഗിക്കുന്നത് നന്നായിരിക്കും. ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നിഷ്പ്രയാസം സാധിക്കും. നിലവിലുള്ള ഗൃഹം വിൽപ്പന ചെയ്ത് വർഷങ്ങൾക്ക് മുമ്പ് വാങ്ങിയതായിട്ടുള്ള ഭൂമിയിൽ ഗൃഹനിർമ്മാണ പ്രവർത്തനങ്ങൾ ജൂൺ മാസത്തിന് ശേഷം തുടങ്ങാം എന്ന ധാരണയോടുകൂടി തന്നെ ബന്ധുമിത്രാദികളുടെ ആവശ്യപ്രകാരം വാസ്തുശാസ്ത്രജ്ഞൻ്റെ നിർദ്ദേശപ്രകാരം പരിവർത്തനങ്ങൾക്ക് തയ്യാറാകുവാനും ഇടയുണ്ട്. പരിശ്രമങ്ങൾക്കും പ്രയത്നങ്ങൾക്കും അനുകൂലമായുള്ള ഫലങ്ങൾ വന്നു ചേരും. വലിയ വാഹനം മാറ്റി വാങ്ങുവാനുള്ള സാഹചര്യങ്ങളുണ്ടാകും. ഒരു പരിധിയിലധികം പണം മുതൽ മുടക്കിയുള്ള പ്രവർത്തന മണ്ഡലങ്ങളിൽ നിന്ന് പിന്മാറി ലാഭശതമാന വ്യവസ്ഥകളോട് ബന്ധപ്പെട്ടതായുള്ള പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിക്കാൻ അവസരം വന്നു ചേരുവാൻ ഇടയുണ്ട്. വികസിത രാഷ്ട്രത്തിൽ ഉപരിപഠനത്തിന് എത്തിച്ചേർന്ന പലർക്കും ഈ ഫെബ്രുവരി മാസത്തിൽ കോഴ്സൊക്കെ പൂർത്തീകരിച്ചു, എന്നാൽ നല്ല ജോലി ലഭിക്കാത്തതിൻ്റെ വെളിച്ചത്തിൽ സ്വല്പം വിമ്മിഷ്ടങ്ങളൊക്കെ ഉണ്ടായിരുന്നു. മാർച്ച് മാസത്തിൽ നിലനിൽപ്പിന് അനുകൂലമായിട്ടുള്ള ജോലി കിട്ടാനും ജൂൺ മാസത്തിന് ശേഷം മറ്റൊരു ജോലി ലഭിക്കാനും സാധ്യതയുണ്ട്. അതുകൊണ്ട് നിലവിലുള്ള രാജ്യത്തിൽ നിലനിന്ന് പോവുക തന്നെ ആയിരിക്കും നന്നാവുക. ഏതു വിധത്തിലും ഒരുപക്ഷെ നാട്ടിൽ നിന്നും പണം സ്വീകരിക്കേണ്ടതായ സാഹചര്യങ്ങൾ വന്നു ചേരും ദൈനംദിന ചെലവിന്. എന്നിരുന്നാൽ പോലും അവിടെ നിലനിൽക്കുക തന്നെ ആയിരിക്കും ഏറ്റവും നന്നാവുക. പരീക്ഷണ നിരീക്ഷണങ്ങളിൽ വിജയം കൈവരിക്കും. പ്രവർത്തന ശൈലിയിൽ കാലോചിതമായിട്ടുള്ള പരിഷ്കാരങ്ങൾ ആവിഷ്കരിക്കാൻ സാധ്യത കാണുന്നു. സമയബന്ധിതമായിട്ട് ചെയ്തു തീർക്കേണ്ടതായുള്ള പല കാര്യങ്ങളിലും അനുകൂലമായിട്ടുള്ള വിജയം കൈവരിക്കാനിടവരും. ആരാധനാലയത്തിലെ ഉത്സവാഘോഷങ്ങളിൽ സജീവമായി പങ്കെടുക്കുവാനും ചില കാര്യങ്ങൾക്ക് നേതൃത്വ സ്ഥാനം വഹിക്കുവാനും സാധ്യതയുണ്ട്. വ്യവസായം നവീകരിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് സ്വല്പം അധിക ചെലവ് അനുഭവപ്പെടുമെങ്കിൽ പോലും ജൂൺ മാസം മുതൽ ഒരു വർഷത്തിൻ്റെ ഉള്ളിൽ ഈ ഉൽപ്പന്നങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്നതിൻ്റെ വെളിച്ചത്തിൽ ഈ കടങ്ങളൊക്കെല്ലാം അല്ലെങ്കിൽ വീട്ടാൻ തക്കവണ്ണം വരുമാന മാർഗത്തിന് ഉതകുന്ന വിധത്തിൽ പ്രവർത്തനക്ഷമത കൈവരിക്കുവാൻ ഇടയുണ്ട്. സങ്കല്പങ്ങൾ യാഥാർത്ഥ്യമാകുന്നത് വഴി നേർന്നുകിടപ്പുള്ള വഴിപാടുകൾ ചെയ്തു തീർക്കുവാൻ ഇടവരും. നിക്ഷേപ സമാഹരണ യജ്ഞത്തിൽ ലക്ഷ്യപ്രാപ്തി നേടാൻ സാധിക്കാത്തതിനാൽ ഇതിൻ്റെ സാങ്കേതികമായിട്ടുള്ള ചില തടസ്സങ്ങൾ ആണ് എന്ന് ഉടമസ്ഥരെയും അതേപോലെ തന്നെ മേലധികാരികളെയും ധരിപ്പിക്കേണ്ടതായ സാഹചര്യങ്ങൾ വന്നു ചേരും. ഇതിൻ്റെ വെളിച്ചത്തിൽ അവരിൽ നിന്ന് തന്നെ ഇതിൻ്റെ സാങ്കേതികമായിട്ടുള്ള തടസ്സങ്ങളാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഇതിൻ്റെ കാലാവധി നീട്ടിക്കിട്ടുവാനുള്ള സാഹചര്യങ്ങൾ ഒരു 3 മാസത്തേക്കോ കൂടി കാലാവധി നീട്ടിക്കിട്ടുവാൻ സാധ്യതയുണ്ട്. പാരമ്പര്യ പ്രവർത്തികളുടെ പ്രാധാന്യം മനസ്സിലാക്കിക്കൊണ്ട് പ്രയത്നിക്കുന്നതിൻ്റെ വെളിച്ചത്തിൽ ജനാംഗീകാരം ലഭിക്കും. സാമ്പത്തികമായിട്ടുള്ള മേഖലകളിൽ സംശയാസ്പദമായിട്ടുള്ള സാഹചര്യങ്ങൾ സ്ഥിരീകരിക്കുവാനായിട്ട് വിദഗ്ധമായിട്ടുള്ള പരിശോധനകൾ വേണ്ടി വരുവാനും നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തുവാനും ഇടയുണ്ട്. ആരോഗ്യ സംരക്ഷണ ശാസ്ത്രമായിട്ടുള്ള യോഗയും പ്രാണായാമവും പ്രകൃതി ഭക്ഷണ രീതികളും അനുവർത്തിക്കാനിടവരും. വ്യക്തമായിട്ടുള്ള ദിശാബദ്ധതയോടുകൂടി ചെയ്യുന്ന കാര്യങ്ങളിലെല്ലാം തന്നെ അനുകൂലമായിട്ടുള്ള വിജയം കൈവരിക്കാനിടവരും. കഴിഞ്ഞ 2025 ജൂൺ മാസം മുതൽ സമയബന്ധിതമായിട്ട് വിപുലീകരിക്കുന്ന കർമ്മ പദ്ധതികളിൽ നിന്നും ജൂൺ മാസം മുതൽ 2026 ജൂൺ മാസം മുതൽ
സാമ്പത്തികമായിട്ടുള്ള വരുമാന മാർഗം ഉണ്ടാകും എന്ന ധാരണയോടുകൂടി തന്നെ എല്ലാ കാര്യങ്ങളും ഫലപ്രാപ്തിയിലെത്തിക്കാൻ സാധിക്കുന്നതുമാണ്. ആത്മീയ പ്രഭാഷണങ്ങൾ മനസ്സമാധാനത്തിന് വഴിയൊരുക്കും. സാഹസ പ്രവൃത്തികളിൽ നിന്നും പിന്മാറുകയായിരിക്കും നന്നാവുക. കുടുംബജീവിതത്തിൽ അസ്വാരസ്യങ്ങൾ ഉണ്ടാവാതെ നോക്കേണ്ടതാണ്. ദമ്പതികളിൽ ആർക്കെങ്കിലും ഒരാൾക്ക് ദൂരദേശത്ത് ജോലിക്ക് അവസരങ്ങൾ വന്നു ചേരുവാനിടവരും. അർഹമായിട്ടുള്ള പൂർവിക സ്വത്ത് രേഖാപരമായി ലഭിക്കുന്നത് വഴി ആശ്വാസത്തിന് യോഗം കാണുന്നു. അറിവുള്ളവർ പറയുന്ന കാര്യങ്ങൾ അനുസരിച്ചും കൊണ്ടും ആധുനിക സംവിധാനം അവലംബിച്ചും കൊണ്ടും പ്രായോഗിക വശം ചിന്തിച്ച് പ്രയത്നിക്കുന്നത് കൊണ്ടും പിന്തള്ളപ്പെടുന്ന അവസ്ഥാവിശേഷങ്ങളെ അതിജീവിക്കാൻ സാധിക്കുന്നതുമാണ്. വ്യക്തി സ്വാതന്ത്ര്യത്താൽ പ്രസ്ഥാനത്തിന് ഏറ്റവും ഗുണകരമായിട്ടുള്ള പദ്ധതികൾ ആവിഷ്കരിക്കാനിടവരും. സമചിത്തതയോടുകൂടിയതായിട്ടുള്ള സമീപന ശൈലി സർവാദരങ്ങൾക്കും വഴിയൊരുക്കും. കലാസാഹിത്യം, കായികം എന്നീ മേഖല പ്രവർത്തിക്കുന്നവർക്ക് ചിലർക്ക് മത്സരരംഗങ്ങളിൽ വിജയം കൈവരിക്കുവാനും മറ്റു ചിലർക്ക് ഇത് അനുവർത്തിക്കാൻ, അതായത് ജോലിയോടൊപ്പം അനുവർത്തിക്കുന്നവർ പലർക്കും അടുത്ത ഉപരിപഠനം എന്ന നിലയിൽ പരിശീലനത്തിന് തുടക്കം കുറിക്കുവാനും ഇടയുണ്ട്. അനുരഞ്ജന ശ്രമം അന്തിമമായിട്ടുള്ള രീതിയിൽ വിജയം കൈവരിക്കുന്നത് വഴി ആശ്വാസത്തിന് യോഗം കാണുന്നുണ്ട്. ഉപദേശക സമിതിയിൽ ഉൾപ്പെട്ടതിനാൽ ആത്മവിശ്വാസത്തോടുകൂടി പ്രവർത്തിക്കാൻ തീരുമാനിക്കും. ജന്മസിദ്ധമായിട്ടുള്ള കഴിവുകൾ പ്രകടിപ്പിക്കാൻ അവസരം വന്നു ചേരും. അവഗണിക്കപ്പെട്ട അവസ്ഥാവിശേഷങ്ങളെ അതിജീവിച്ച് പരിഗണിക്കപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നത് വഴി ആശ്വാസത്തിനും സമാധാനത്തിനും യോഗം കാണുന്നുണ്ട്. നിർദ്ദേശങ്ങൾ സ്വീകരിച്ചും കൊണ്ടും പുതിയതായിട്ടുള്ള ആശയങ്ങൾ അവലംബിച്ചും കൊണ്ടും ചെയ്യുന്ന കാര്യങ്ങളിലെല്ലാം തന്നെ അനുകൂലമായിട്ടുള്ള വിജയം കൈവരിക്കുവാൻ അത്തം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ഈ മാർച്ച് മാസത്തിൽ യോഗം കാണുന്നുണ്ട്. ചിത്ര നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ഈ മാർച്ച് മാസത്തിൽ നിലവിലുള്ള ജോലി ഉപേക്ഷിച്ച് ലാഭശതമാന വ്യവസ്ഥകളോട് ബന്ധപ്പെട്ട് പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുവാൻ തീരുമാനിക്കുവാനിടയുണ്ട്. എന്നാൽ സംയുക്ത സംരംഭങ്ങളിൽ നിന്നും പിന്മാറുന്നത് ഭാവിയിലേക്ക് നന്നായിരിക്കും. കർമ്മമണ്ഡലങ്ങളോട് ബന്ധപ്പെട്ട് യാത്രകളും ചർച്ചകളും ഫലപ്രദമായിട്ടുള്ള രീതിയിൽ വിനിയോഗിക്കുന്നത് വഴി പുതിയതായിട്ടുള്ള ആശയങ്ങൾ പലതും വന്നു ഭവിക്കും. എന്നാൽ പ്രാദേശികമായിട്ടുള്ള രീതിയിൽ അതൊരു ഫലപ്രാപ്തി നേടുകയില്ല എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ചിലതിൽ നിന്നെല്ലാം തന്നെ പിന്മാറേണ്ടതായ സാഹചര്യങ്ങൾ വന്നു ചേരുവാൻ ഇടയുണ്ട്. കഴിഞ്ഞ ഒരു വർഷമായിട്ട് നിലവിൽ നടത്തി വരുന്ന വ്യാപാര വിപണന വിതരണ മേഖലകളിൽ പ്രത്യേകിച്ച് നേട്ടങ്ങളൊന്നും ഇല്ലാത്ത സാഹചര്യത്തിൽ ആവശ്യക്കാർ വന്നു ചേരുന്നതിൻ്റെ വെളിച്ചത്തിൽ വിൽപ്പനയ്ക്ക് തയ്യാറാകുവാനും, അത് പലരും വന്നു ചേരുന്നു, പക്ഷെ അതൊന്നും നല്ല വിലയ്ക്ക് ആവശ്യക്കാർ വന്നു ചേരാത്തതിൻ്റെ വെളിച്ചത്തിൽ ജൂൺ മാസം വരെ അതൊന്ന് പരിഗണിക്കാം എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ജൂൺ മാസത്തിന് ശേഷം നല്ല വില ലഭിക്കും എന്ന ധാരണയോടുകൂടി തന്നെ തൽക്കാലത്തേക്ക് വിൽപ്പന നിർത്തിവെക്കുവാൻ ഇടയുണ്ട്. രൂപകൽപ്പന ചെയ്യുന്ന പദ്ധതികൾക്ക് അനുകൂലമായുള്ള സാഹചര്യങ്ങൾ വന്നു ചേരും. കുടുംബജീവിതത്തിൽ സ്വസ്ഥതയും സമാധാനവും ഉണ്ടാകുവാനിടയുണ്ട്. സങ്കല്പങ്ങൾ യാഥാർത്ഥ്യമാകുന്നത് വഴി ആശ്വാസത്തിനും സമാധാനത്തിനും യോഗം കാണുന്നു. അനുചിത പ്രവർത്തികളിൽ നിന്നും അബദ്ധങ്ങളിൽ നിന്നും ആത്മാർത്ഥ സുഹൃത്തിനെ രക്ഷപ്പെടുത്തുവാനുള്ള അവസരം വേണ്ട വിധത്തിൽ വിനിയോഗിക്കുന്നത് നന്നായിരിക്കും. വർഷങ്ങളായിട്ട് അനുവർത്തിച്ചു വരുന്ന പല വിധത്തിലുള്ള മാർഗതടസ്സങ്ങളെയും അഭിമുഖീകരിക്കുന്നതിൻ്റെ വെളിച്ചത്തിൽ സുഖദുഃഖങ്ങൾ ഒരുപോലെ സ്വീകരിക്കുവാനുള്ള മാനസികമായിട്ടുള്ള അവസ്ഥാവിശേഷം സംജാതമാകുവാൻ ഇടയുണ്ട്. വിദ്യാർത്ഥികൾക്കും ഗവേഷകർക്കും അനുകൂലമായിട്ടുള്ള സാഹചര്യങ്ങൾ വന്നു ചേരും. പഠിച്ച വിദ്യ പ്രാവർത്തികമാക്കുവാൻ സാധിക്കും. നിലവിലുള്ള രാജ്യത്തിൽ അനുദിനം വർദ്ധിച്ചു വരുന്ന ചെലവിനങ്ങളെ കൊണ്ട് മറ്റ് വികസിത രാഷ്ട്രത്തിലേക്ക് ജോലികൾക്ക് അപേക്ഷകൾ നൽകുവാനും ഒരുപക്ഷെ കുടുംബാംഗങ്ങളെ കൊണ്ടുപോകാൻ സാധിക്കുകയില്ല. 6 മാസത്തിന് ശേഷമേ കുടുംബാംഗങ്ങളെ കൊണ്ടുപോകാൻ സാധിക്കുകയുള്ളൂ എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഒറ്റയ്ക്ക് ലഭിക്കുന്ന അവസരത്തെ സ്വീകരിക്കാൻ തീരുമാനിക്കുവാൻ ഇടയുണ്ട്.
ഭരണ സംവിധാനത്തിലുള്ള അപാകതകൾ പരിഹരിച്ചും കൊണ്ട് ആധുനിക സംവിധാനം അവലംബിച്ചും കൊണ്ട് ക്രിയാത്മകമായി പ്രവർത്തിക്കുന്നതിൻ്റെ വെളിച്ചത്തിൽ ആശ്വാസകരമായിട്ടുള്ള അന്തരീക്ഷം സംജാതമാകുവാൻ ഇടയുണ്ട്. ഉപകാരങ്ങൾ ചെയ്തു കൊടുത്തവരിൽ നിന്നും പ്രത്യുപകാരം വന്നു ചേരുവാനിടയുണ്ട്. മോഹന വാഗ്ദാനങ്ങളിൽ അകപ്പെടാതെ സൂക്ഷിക്കേണ്ടതാണ്. ബൃഹത് പദ്ധതികൾ വിഭാവനം ചെയ്യുന്ന കാര്യങ്ങളിൽ അനുകൂലമായിട്ടുള്ള വിജയം കൈവരിക്കാൻ അവസരം വന്നു ചേരും. പുനഃപരീക്ഷയിൽ വിജയശതമാനം വർദ്ധിക്കുന്നത് വഴി ഉപരിപഠനത്തിന് ചേരുവാൻ സാധ്യതയുണ്ട്. പലപ്പോഴും ഔദ്യോഗിക തലത്തിൽ അടിസ്ഥാനരഹിതമായിട്ടുള്ള ആരോപണങ്ങളായതുകൊണ്ട് കാര്യകാരണങ്ങളെല്ലാം തന്നെ രേഖാപരമായിട്ട് ഉടമസ്ഥരെ ധരിപ്പിക്കേണ്ടതായ സാഹചര്യങ്ങൾ വന്നു ചേരും. എന്നിരുന്നാൽ പോലും സ്വല്പം അരസ്വാരസ്യങ്ങളോടുകൂടി ഉള്ള സമീപനമായിരിക്കും മേലധികാരികളിൽ നിന്നും വന്നു ചേരുവാനിടയുള്ള. പക്ഷേ ഉടമസ്ഥർക്ക് മിഥ്യാധാരണകളെല്ലാം മാറുന്നത് വഴി പിന്തുടരുവാനുള്ള തീരുമാനം കൈക്കൊള്ളുവാൻ ഇടയുണ്ട്. നിലവിലുള്ള ഗൃഹം വിൽപ്പന ചെയ്ത് വിസ്തൃതിയുള്ള ഭൂമി വാങ്ങി ഗൃഹം നിർമ്മിക്കുവാനോ അതല്ല പണി ചെയ്തു വരുന്ന ഗൃഹം വാങ്ങിക്കുവാനോ തീരുമാനിക്കുവാനും അന്വേഷണം ആരംഭിക്കുവാനും ഏറെക്കുറെ തൃപ്തികരമായിട്ടുള്ള ഗൃഹം കണ്ടെത്തുമെങ്കിൽ പോലും ഗൃഹസമുച്ചയത്തിലെ അല്ലെങ്കിൽ ഫ്ലാറ്റ് സമുച്ചയത്തിലെ വീടുകളാണെങ്കിൽ പോലും വാസ്തുശാസ്ത്രപ്രകാരം സ്വീകരിക്കാം എന്ന ധാരണയോടുകൂടി തന്നെ വാസ്തുശാസ്ത്രജ്ഞൻ്റെ നിർദ്ദേശപ്രകാരം തൽക്കാലത്തേക്ക് അത് മാറ്റിവെക്കുവാനും മറ്റൊരു സ്ഥാപനത്തിൽ മറ്റൊരു ഫ്ലാറ്റ് രൂപത്തിൽ വാങ്ങിക്കുവാനും തീരുമാനിക്കുവാൻ ഇടയുണ്ട്. ഗുരുകാരണവന്മാരുടെ അനുഗ്രഹാശിസ്സുകളോടുകൂടി ചെയ്യുന്ന കാര്യങ്ങളിൽ വിജയം കൈവരിക്കും. കുടുംബാംഗങ്ങളുടെ വ്യാകുലത മനസ്സിലാക്കിക്കൊണ്ട് ഇനി മുതൽ അവരെ ഒരുമിച്ച് താമസിപ്പിക്കാൻ തീരുമാനിക്കാനിടവരും. വന്നു ചേരുന്ന അവസരങ്ങൾ പരമാവധി പ്രയോജനപ്പെടുത്തുന്നത് വഴി ആശ്വാസത്തിന് യോഗം കാണുന്നുണ്ട്. ഗൃഹോപകരണങ്ങൾ മാറ്റി വാങ്ങുവാൻ സാധ്യത കാണുന്നു. ജൂൺ മാസം മുതൽ ഒരു വർഷത്തേക്ക് തൊഴിൽ മേഖലകളിലും ഔദ്യോഗികമായിട്ടുള്ള മേഖലകളിലും ചില പ്രത്യേക സാഹചര്യങ്ങളെ കൊണ്ട് സ്ഥാപനത്തിൻ്റെ മറ്റ് സ്ഥാപനങ്ങൾ ഏറ്റെടുക്കേണ്ടതായ സാഹചര്യങ്ങളോ അവിടുത്തെ പൂർണ്ണമായിട്ടുള്ള ഉത്തരവാദിത്വങ്ങൾ ഏറ്റെടുക്കേണ്ടതായ സാഹചര്യങ്ങളോ വന്നു ചേരുവാൻ ഇടയുണ്ട്. പുതിയ ഭരണ സംവിധാനം സ്വല്പം സങ്കീർണതയുണ്ടെങ്കിൽ പോലും ഭാവിയിലേക്ക് ഗുണകരമാകും എന്ന് മനസ്സിലാക്കിക്കൊണ്ട് അവലംബിക്കേണ്ടതായ സാഹചര്യങ്ങൾ വന്നു ചേരും. ചിന്തകൾക്ക് അതീതമായി പ്രവർത്തിക്കുന്നവർക്ക് അനുകൂലമായുള്ള സാഹചര്യങ്ങൾ വന്നു ചേരുവാനിടയുണ്ട്. യുക്തിയുക്തം ചെയ്യുന്ന കാര്യങ്ങളിൽ വിജയം കൈവരിക്കും. ശാസ്ത്രീയവശവും പ്രായോഗികവശവും ചിന്തിച്ച് പ്രവർത്തിക്കുന്ന പല കാര്യങ്ങളിലും പിന്തള്ളപ്പെടുന്ന അവസ്ഥാവിശേഷങ്ങളെ അതിജീവിക്കുന്നതിന് സാധ്യത കാണുന്നു. കടബാധ്യതകൾ കൊടുത്തു തീർക്കുവാനായിട്ട് പൂർവികമായിട്ടുള്ള സ്വത്തോ വർഷങ്ങൾക്ക് മുമ്പ് വാങ്ങിയ ഗൃഹമോ വിൽപ്പനയ്ക്ക് തയ്യാറാകുവാൻ ചിലർക്ക് യോഗമുണ്ട്. സാഹചര്യങ്ങൾക്കനുസരിച്ചും കുടുംബാംഗങ്ങളുടെ നിർബന്ധപ്രകാരവും ആരോഗ്യ സംരക്ഷണത്തിൻ്റെ ഭാഗമായിട്ടും ദുശ്ശീലങ്ങൾ ഉപേക്ഷിച്ച് വ്യായാമത്തിന് പ്രാധാന്യം നൽകുവാനും സ്വല്പം ആധ്യാത്മികമായിട്ടുള്ള പ്രഭാഷണങ്ങൾ കേട്ടുകൊണ്ട് അങ്ങനെയുള്ളൊരു ജീവിതത്തെ പറ്റിയിട്ട് ചിന്തിക്കുവാനും ഇടയുണ്ട്. പൂർവാർജിത സ്വത്തിൽ കാർഷികമായിട്ടുള്ള മേഖലകൾക്ക് പ്രാധാന്യം നൽകിക്കൊണ്ട് പുതിയതായിട്ടുള്ള കൃഷി രീതികൾ അവലംബിക്കാനിടവരും. ആശ്രയിച്ചു വരുന്നവർക്ക് അഭയം നൽകുന്നത് വഴി ആശ്വാസത്തിന് യോഗം കാണുന്നു. ആഗ്രഹസാഫല്യത്താൽ ആത്മനിർവൃതിക്ക് യോഗമുണ്ട്. വിവിധങ്ങളും വ്യത്യസ്തങ്ങളുമായിട്ടുള്ള വിഷയങ്ങളായതുകൊണ്ട് എല്ലാം വളരെ ശ്രദ്ധയോടുകൂടിയും ആത്മസംയമനത്തോടുകൂടിയും ഏറ്റെടുക്കുവാനും അവലംബിക്കുവാനും ഇടവരും. പരീക്ഷ, ഇൻ്റർവ്യൂ, കലാകായിക മത്സരങ്ങൾ തുടങ്ങിയവയിലെല്ലാം തന്നെ അനുകൂലമായിട്ടുള്ള വിജയം കൈവരിക്കാനിടവരും. സുവ്യക്തമായിട്ടുള്ള കർമ്മപദ്ധതികളായതുകൊണ്ട് സമയബന്ധിതമായിട്ട് പണം മുതൽ മുടക്കിയിട്ട് ഉദ്ധരിക്കുവാനും അതിനുവേണ്ടി അഹോരാത്രം പ്രവർത്തിക്കുവാനും പുതിയ ഒരു രൂപരേഖ ഭരണ സംവിധാനം അവലംബിക്കുവാനും സാധ്യതയുണ്ട്. കടം കൊടുത്ത സംഖ്യ തിരിച്ച് ലഭിക്കുന്നത് വഴി ആശ്വാസത്തിന് യോഗം കാണുന്നു. വേണ്ടപ്പെട്ടവരുടെ ഉയർച്ചയിൽ ആത്മാർത്ഥമായി അഭിനന്ദിക്കുന്നത് വഴി ആശ്വാസത്തിന് യോഗം കാണുന്നുണ്ട്.
ഭരണ സംവിധാനത്തിൽ പുതിയ ആശയങ്ങൾ അവലംബിക്കുന്നത് ഭാവിയിലേക്ക് ഗുണകരമായി തീരും. ചിന്തകൾക്ക് അതീതമായി പ്രവർത്തിക്കാൻ അവസരം വന്നു ചേരുമെങ്കിലും അഹംഭാവം ആവുന്നതും ഒഴിവാക്കുന്നത് ഭാവിയിലേക്ക് ഗുണകരമായി തീരുവാനും ചിത്ര നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ഈ മാർച്ച് മാസത്തിൽ യോഗമുണ്ട്. നമസ്കാരം.